പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു. വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സ്വർണവും തങ്കവും എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലോ കാതിലോ കഴുത്തിലുള്ള സ്വർണമല്ല. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്: സിയോന്റെ അമൂല്യരായ മക്കൾ, തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിൻ്റെ വിലയുള്ളവർ, കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ. ദൈവം തെരഞ്ഞെടുത്ത അവിടുത്തെ വാഗ്ദത്ത ജനതയായ ഇസ്രായേൽ ജനത്തെ ദൈവം വിളിക്കുകയാണ് സിയോന്റെ മക്കൾ. അമൂല്യമായ വില കൊടുത്തുകൊണ്ട് സ്വർണത്തിൻ്റെയും തങ്കത്തിൻ്റെയും വിലയുള്ള സിയോൻ മക്കളെ, നിങ്ങൾ എന്തുകൊണ്ട് കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ നിങ്ങളുടെ ജീവിതങ്ങളെ താഴെ വീണ് ഉടഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കർത്താവ് ലഭിക്കുന്നത്. സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിനെങ്ങനെ മാറ്റം വന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിലെ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്ന വിശേഷിപ്പിക്കുമ്പോൾ 3 വിശുദ്ധ മന്ദിരങ്ങളാണ് ഒരു വിശ്വാസിക്കുള്ളത്. ഒന്ന് കുടുംബമാകുന്ന വിശുദ്ധ മന്ദിരം, 2 സഭയുടെ ചെറിയ പതിപ്പാകുന്ന വിശ്വാസികൾ സമൂഹമായ ഇടവകയാകുന്ന വിശുദ്ധ മന്ദിരം, 3ാമത് നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയമാകുന്ന വിശുദ്ധ മന്ദിരം. വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. എല്ലാ വിശുദ്ധ മന്ദിരങ്ങളും പണിതുയർത്തുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലും അവിടുത്തെ സ്നേഹത്തിലും ചേർന്ന് നിന്നുകൊണ്ടാണെന്ന് ജീവിതത്തിൽ നാം വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധ മന്ദിരങ്ങളായിട്ട് മാറും. കർത്താവിൻ്റെ അസ്തമിക്കാത്ത സ്നേഹമായ ദിവ്യകാരുണ്യത്തോട് ചേർന്നും അവിടുത്തെ ശക്തമായ ദൈവവചനത്തിൻ്റെ പാതയിലൂടെ ചരിച്ചും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരങ്ങൾ പണിതുയർത്താനായിട്ട് നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ വിശുദ്ധ മന്ദിരങ്ങളൊന്നും ഒരിക്കലും വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകില്ല. വിശ്വാസ വർഷത്തിലെ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ വിശ്വാസത്തിൻ്റെ 2 ഉറവിടങ്ങളായിട്ട് പറയുന്നത് വിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ വിശുദ്ധ വചനങ്ങളുമാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും വിശ്വാസ സമൂഹവും ഓരോ കുടുംബങ്ങളും എന്തുമാത്രം ദൈവവചനത്തോട് ചേർന്ന് അൾത്താരയോട് ചേർന്ന് അവരുടെ വിശ്വാസ ജീവിതത്തെ രൂപപ്പെടുത്തുവാനായിട്ട് തയ്യാറാകുന്നുവോ, അതിനൊരുങ്ങുന്നുവോ, അത്രയേറെ നമ്മുടെ ജീവിതങ്ങളും സമൂഹവും കുടുംബവും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരങ്ങളായി രൂപപ്പെടും. ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയുടെ വെർബും ഡോമിനി എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ ദൈവവചനം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് മാർപ്പാപ്പ ഇങ്ങനെയാണ് ആഗോള സഭയോട് ഉദ്ബോധിപ്പിച്ചത്: വേദപുസ്തകത്തോട് നിരന്തരം സമ്പർക്കം പുലർത്തുക, അത് കയ്യിൽ കൊണ്ടു നടക്കുക, ഏത് ദിശയിലേക്ക് ചരിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ദിക്ക് നോക്കി യന്ത്രമായിരിക്കട്ടെ അത്. വേദപുസ്തകത്തോട് നിരന്തര സമ്പർക്കം പുലർത്തുക. ബി കോൺസ്റ്റന്റ് കോണ്ടാക്ട് വിത്ത് ഹോളി സ്ക്രിപ്ചർ. ദൈവത്തിൻ്റെ വചനം നിരന്തരം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനുമായിട്ടുള്ള ഒരു അവസരമായിട്ട് തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത വഴികളിൽ നമുക്കെന്നും ഈ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായിട്ട് മാറും. 119-ാം സങ്കീർത്തനം 105-ാം വചനം ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുക: കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ദിക്കറിയാതെ
ദിശയറിയാതെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥരായി കഴിയുന്ന ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുപാട് നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വരാൻ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ 12 പേരോടുമായി ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകാനായിട്ട് ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ. കർത്താവിൻ്റെ അടുത്ത് നിത്യജീവന്റെ വചനങ്ങളുണ്ടെന്ന് അപ്പസ്തോല സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വചനങ്ങൾ അനുസരിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചപ്പോൾ അവരുടെ ജീവിതങ്ങളിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ സഭയ്ക്ക് പ്രദാനം ചെയ്യുവാനായിട്ട് കഴിഞ്ഞ നാളുകളിലൂടെ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന ജീവിതം, ഈ വചനം കയ്യിലെടുത്ത് ഈ വചനം തുറന്ന് വായിച്ച് ഈ വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായി നമുക്ക് നിത്യജീവന്റെ വചനങ്ങളായിട്ട് മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വചനം ദൈവമായിട്ട് നമുക്ക് എന്നും അനുഭവപ്പെടുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ ധാരാളം ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് തമ്പുരാന്റെ വചനം നമ്മൾ കയ്യിലെടുത്ത് അതിൽ വിശുദ്ധ ചുംബനം അർപ്പിച്ച് അത് നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച് അതൊന്ന് തുറന്ന് വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന, ദൈവത്തിൻ്റെ ഹിതമറിയുന്ന ജീവിതത്തിന് രൂപം കൊടുക്കാനായിട്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവിതത്തിൽ സാധിക്കും. 2000 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ കേരളത്തിലെ ജയിലുകളിലൂടെ ജയിൽ പ്രേക്ഷിത പ്രവർത്തനവുമായിട്ട് നടക്കുന്നൊരു സമയമായിരുന്നു. അന്നിരിങ്ങാലക്കുട രൂപതയിൽ എനിക്ക് പ്രത്യേകിച്ച് പള്ളികളൊന്നുമില്ലായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ എന്നെ കാണുന്നവരും എന്നെ അറിയുന്നവരും ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇരുന്ന പള്ളികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴൊക്കെ പലരും ചോദിക്കും, ജോയിച്ചിനിപ്പോൾ എവിടെയാണ്, ഏത് പള്ളിയിലാണ്? ഞാൻ പറയും, ഇപ്പോൾ പള്ളിയൊന്നുമില്ല, പുള്ളികളാണ്. പ്രിയപ്പെട്ട അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു ഞായറാഴ്ച ഒരു വിശുദ്ധ ബലി അർപ്പിച്ച് ദേവാലയത്തിൽ നിൽക്കുക. വിശുദ്ധ ബലി അർപ്പണം കഴിഞ്ഞ് അവിടെ പലരും ദേവാലയത്തിൽ നിന്ന് പതുക്കെ ഇറങ്ങി. കുറച്ച് പേരൊക്കെ കാണാനും സംസാരിക്കാനുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിലെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ, 5.5 വർഷമായി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു തടവുകാരന് ഞാൻ. വന്ന നാളിലൊക്കെ ഒരുപാട് സങ്കടങ്ങളും തിങ്ങലുകളും തേങ്ങലുകളും വിതുമ്പലുകളൊക്കെ ആയിട്ട്, സങ്കടങ്ങളുടെ ഒരുപാട് നെടുവീർപ്പുകളൊക്കെ ആയിട്ട് ഈ കനത്ത കരിങ്കൽ ഭിത്തികൾക്കുള്ളിൽ, ഈ മനം മടുപ്പിക്കുന്ന ഏകാന്തതയിൽ, ഈ ഒറ്റപ്പെടലുകളിൽ ഞാൻ ഒരുപാട് തളർന്നിരുന്ന വ്യക്തിയാണ് അച്ഛാ. പക്ഷേ ഈ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിച്ച് ഇവിടെ ഇരുന്ന് വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വചനം വായിക്കാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം ജനിച്ചു. ഇവിടെ നിന്ന് ഞാനൊരു ബൈബിള് സംഘടിപ്പിച്ച് ഈ കഴിഞ്ഞ 5.5 വർഷത്തിനുള്ളിൽ എനിക്കിന്ന് വലിയ സന്തോഷത്തോടെ പറയാൻ കഴിയച്ച 2 പ്രാവശ്യം ഞാൻ ഈ സമ്പൂർണ്ണ ബൈബിൾ മുഴുവനും വായിച്ചു തീർത്തു. ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ, ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, എനിക്ക് ഭാര്യയും 2 മക്കളുണ്ട്, പ്രായം ചെന്നൊരു അമ്മയുണ്ട്. അവരെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കിന്ന് അസ്വസ്ഥതകളില്ല, ആകുലതകളില്ല, ഉത്കണ്ഠകൾ എൻ്റെ മനസ്സിലില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ വചനം ഞാൻ വായിച്ചപ്പോൾ എനിക്കതൊരു ആശ്വാസമായിട്ട് മാറി, എനിക്കതൊരു സാന്ത്വനമായിട്ട് മാറി, എൻ്റെ ജീവിതത്തിൽ അത് സൗഖ്യമായിട്ട് മാറി. എൻ്റെ ജീവിതത്തിൽ ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് ഒഴുകി വരുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരങ്ങളായി മാറുവാൻ, നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരങ്ങളായി രൂപപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും വിശ്വാസ സമൂഹമൊക്കെ വിശുദ്ധ മന്ദിരത്തിൻ്റെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്കൊക്കെ സാധിക്കണമെങ്കിൽ ഈ ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വചനം കയ്യിലെടുക്കുവാനും വായിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ്. ജീവിതത്തിൻ്റെ അത്ര തിരക്കുകൾക്കിടയിലും ജീവിതത്തിൽ ഒരുപാട് നൊമ്പരപ്പെട്ടും സങ്കടപ്പെട്ടുമൊക്കെ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തതയിൽ മനം മടുത്തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ,
ദൈവത്തിൻ്റെ വചനം കയ്യിലെടുക്കുവാനായിട്ട്, അത് വായിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തിൻ്റെ ഒരു വിശുദ്ധ മന്ദിരമായി രൂപപ്പെടുത്തുന്ന ആ ദേവാലയത്തിന് സമാനമായിട്ടുള്ള ഒരു വിശ്വാസ ജീവിതത്തിന് രൂപം കൊടുക്കാനായിട്ട് നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വിശ്വാസ സമൂഹത്തിനും കഴിയും. ആളൂർ BLM ധ്യാന കേന്ദ്രത്തിൽ ഒരിക്കൽ ധ്യാനിക്കാൻ വന്നൊരു സഹോദരൻ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ അദ്ദേഹത്തിൻ്റെ കൊച്ചനുഭവം ഇങ്ങനെ പറയുകയുണ്ടായി. ഞാൻ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ, നവീകരണത്തിലേക്ക് കടന്നു വന്ന കാലഘട്ടം മുതൽ, വിശുദ്ധ ബൈബിൾ വായിക്കാനും പഠിക്കാനൊക്കെ ആരംഭിച്ച സമയം മുതലേ എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ദൈവം 2 മക്കളെ നൽകിയിട്ടുണ്ട്. രാത്രിയിൽ അത്താഴം കഴിഞ്ഞാൽ ഞാൻ കിടക്കുമ്പോൾ ഈ 2 മക്കളെയും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തും. 2 പേരെയും വിശുദ്ധ ബൈബിളിലെ കഥകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓരോ ദിവസവും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലെ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ ദൈവവചനങ്ങളിലുള്ള കൊച്ചു കൊച്ചു കഥകളും സംഭവങ്ങളും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ അവരെ പഠിപ്പിക്കുകയും വചനത്തിൽ അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എനിക്കത് കേട്ടപ്പോഴും ഒരുപാട് സന്തോഷം തോന്നി. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസ പരിശീലനത്തിൽ ദൈവത്തോട് ചേർത്ത് നിർത്തുവാൻ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തമ്പുരാൻ്റെ വചനം പഠിപ്പിക്കുവാനും വചനത്തിൽ അവരെ പരിശീലിപ്പിക്കുവാനും കഴിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരങ്ങളായി, ദേവാലയങ്ങളായി രൂപപ്പെടുത്തുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. തമ്പുരാൻ്റെ വചനം കേൾക്കുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, നമ്മൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന ഈ വചനം കേൾക്കുന്നവരാണെങ്കിലും ദൈവവചനം നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കുണ്ടാകണം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, നമുക്കൊരു പേഴ്സണൽ ആൻഡ് പോക്കറ്റ് ബൈബിൾ നമുക്കുണ്ടാകണം. ആ ബൈബിൾ നമുക്ക് സ്വന്തമായി നമ്മുടെ കയ്യിലെടുത്ത് അതെന്നും വായിച്ച് വിശുദ്ധ ബൈബിളിൽ നിന്ന് ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ശക്തിയും ബലവും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ 2 ഉറവിടങ്ങളായ വിശുദ്ധ വചനത്തിലേക്കും രണ്ടാമതായിട്ട് കർത്താവിൻ്റെ ജീവൻ്റെ അപ്പമായിട്ട് നമുക്ക് മുറിച്ച് വിളമ്പിത്തരുന്ന അൽത്താരിൻ്റെ അടുത്തേക്കും നമുക്ക് കടന്നു വരാനായിട്ട് കഴിയണം. അൽത്താരയോട്, ദിവ്യകാരുണ്യത്തോട്, വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭാസമൂഹങ്ങളിൽ എന്നും ദൈവത്തിൻ്റെ അനുഗ്രഹം പൂത്തുലഞ്ഞു നിൽക്കും. സഭാപിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും ഒക്കെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചെയ്യണമെന്ന് പറയുക. 4 ആക്ഷൻ തിയറി എന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഈശോ ചെയ്ത 4 കാര്യങ്ങൾ തന്നെ. അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൊടുത്തു എന്നുള്ളതാണ് കർത്താവിൻ്റെ വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ എഴുതി വച്ചിരിക്കുന്ന 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ, അനുദിന ജീവിതവുമായിട്ട് ഈ അൾത്താരയ്ക്ക് ആഴമായൊരു അടുപ്പവും ബന്ധവും ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും ദൈവത്തിൻ്റെ ആലയങ്ങളായി, ദൈവത്തിൻ്റെ ഭവനങ്ങളായി, വിശുദ്ധ മന്ദിരങ്ങളായിട്ട് രൂപപ്പെടും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തുമാത്രം ക്ലേശങ്ങളും ദുഃഖങ്ങളും അസ്വസ്ഥതകളൊക്കെയാണ് ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ അൾത്താരയിൽ കർത്താവിൻ്റെ അഭിഷിക്തൻ അപ്പവും വീഞ്ഞും കൈകളിലെടുത്ത് ഉയർത്തുമ്പോൾ ആ ഉയർത്തുന്ന അപ്പത്തിനോട് വീഞ്ഞിനോടൊപ്പം നമ്മുടെ ജീവിതങ്ങളൊന്ന് എടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഞാനൊരു ദേവാലയത്തിൽ കുറച്ച് നാൾ വികാരിയായിട്ട് സേവനം ചെയ്തൊരു സമയം, അവിടുന്ന് മാറിപ്പോയതിന് ശേഷം അവിടുത്തെ ഒരു ചേട്ടൻ വന്നൊരിക്കൽ എന്നോട് പറഞ്ഞു, അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ ഭാര്യ മരിക്കുകയില്ലായിരുന്നു. എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലായില്ല എന്താണ് ആ ചേട്ടൻ പറഞ്ഞെന്നുള്ളത്. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറയുകയായിരുന്നു, അച്ഛൻ നമ്മുടെ ഇടവകയിൽ വികാരിയായിട്ടിരിക്കുമ്പോൾ അവിടെ ഒരു വലിയ വെടിക്കെട്ട് അപകടം ഉണ്ടായല്ലോ. അത് 2 ചെറുപ്പക്കാർ വളരെ ഗൗരവമായ വിധത്തിൽ തീപ്പൊള്ളലേറ്റ് മരണത്തോട് മല്ലടിച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ആ അപകടമുണ്ടായ ദിവസം മുതൽ അച്ഛൻ അർപ്പിക്കുന്ന ബലികളിൽ അച്ഛൻ
അപ്പവും വീഞ്ഞും ഉയർത്തുമ്പോൾ എന്നും ഈ രണ്ട് ചെറുപ്പക്കാർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട്. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ അവർ ആ വലിയ ഗൗരവമായ പ്രതിസന്ധിയിൽ നിന്ന്, രോഗാവസ്ഥയിൽ നിന്ന്, തീപ്പൊള്ളലിൽ നിന്നൊക്കെ അവർ മുക്തി പ്രാപിച്ച് 3-4 മാസങ്ങൾക്ക് ശേഷം അവർ ഇടവകയിൽ വന്നപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. കർത്താവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച ബലി, ആ ബലിയിൽ സമർപ്പിച്ച കാഴ്ചവസ്തുക്കളോടൊപ്പം സമർപ്പിച്ച നിയോഗങ്ങൾ, പ്രാർത്ഥനകൾ ദൈവം അനുഗ്രഹമാക്കി മാറ്റിയെന്ന് അന്ന് എനിക്ക് വലിയ ബോധ്യമായി. അച്ഛ, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ പെട്ടെന്ന് ഭാര്യ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു, അച്ഛനവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ബലികളിൽ, ആ കാഴ്ചവസ്തുക്കളിൽ എൻ്റെ ഭാര്യയും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഭാര്യ മരിക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അൾത്താരിൽ അർപ്പിക്കുന്ന ബലികളിൽ, അൾത്താരിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ അഭിഷേകത്തിന് ഉയർത്തുന്ന അപ്പത്തിനോടും വീഞ്ഞിനോടൊപ്പം നമ്മുടെ ജീവിതങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട്, നമ്മുടെ സങ്കടങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും അവസ്ഥകളെയും നമുക്ക് ഉയർത്താനായിട്ട് കഴിഞ്ഞാൽ നല്ല ദൈവം അത് ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കുന്ന അനുഭവം നമുക്കുണ്ടാവും. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് വാഴ്ത്താതെ, അവിടുന്ന് ആശീർവദിക്കാതെ, അവിടുന്ന് അനുഗ്രഹിക്കാതെ അവിടുന്ന് കടന്നു പോവുകയില്ല. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ദൈവം, 5 അപ്പത്തെ 2 മീനിനെ 5000 തൃപ്തി വരുവോളം അപ്പമാക്കി മാറ്റിയ ദൈവം, മരിച്ച ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങൾ ഇന്നും നമ്മുടെ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹം വർഷിക്കുവാൻ, കൃപ ചൊരിയുവാൻ, അവിടുന്ന് വലതുകരം നീട്ടി ആശീർവദിക്കുവാനായിട്ട് അൾത്താരയിൽ സ്വർഗം തുറന്ന് അവിടുന്ന് എഴുന്നള്ളി വരുന്ന അനുഭവം, പ്രിയപ്പെട്ട മക്കളെ, നമുക്കതൊരു അനുഭവമായിട്ട്, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു അനുഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറണം. ദൈവം ആശീർവദിച്ചു തരും. ഒരിക്കലൊരു സഹോദരൻ എനിക്ക് എഴുതി, അച്ഛാ, ഞാൻ അവിടെ വന്ന് ധ്യാനം കൂടിയതാണ്. ധ്യാനം കൂടി അവിടെ നിന്ന് കിട്ടിയ ചൈതന്യം അനുസരിച്ചൊക്കെ 1-2 മാസങ്ങളൊക്കെ ഞാൻ നന്നായി ജീവിച്ചു. ദൈവം ഞങ്ങളുടെ ബിസിനസ്സിനൊക്കെ ഒരുപാട് പുരോഗതി തന്നു. ഭർത്താവ് രോഗിയായിരുന്നു. ആ രോഗമൊക്കെ കർത്താവ് എടുത്തു മാറ്റി കുടുംബത്തിൽ ഒരുപാട് സന്തോഷ സമാധാനം ദൈവം തന്നു വെച്ച. അങ്ങനെ എഴുതിയ എഴുത്തിൻ്റെ അവസാനം ആ സഹോദരി ഇങ്ങനെ എഴുതി, ദൈവം ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കുന്നില്ല എന്ന് അച്ഛൻ ഇവിടെ ധ്യാനിക്കാൻ വരുന്നവരോട് പറയണമെന്ന്. പ്രിയപ്പെട്ട മക്കളെ, പ്രഭാതത്തിലാകാം, സായാഹ്നത്തിലാകാം, മധ്യാഹ്നത്തിലാകാം, കർത്താവിൻ്റെ അൾത്താരയുടെ മുൻപിൽ വന്നു നിന്നുകൊണ്ട് നീ അർപ്പിക്കുന്ന ബലികളിൽ ദൈവത്തിരുസന്നിധി നീ സമർപ്പിക്കുന്ന കാഴ്ചകളും നീ സമർപ്പിക്കുന്ന നിയോഗങ്ങളും നിന്റെ കണ്ണുനീരും കഷ്ടപ്പാടുകളും ഏറ്റെടുത്ത് നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന ദൈവത്തിരുസന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ദൈവം ആശീർവദിച്ച് തരുന്നതൊക്കെ മുറിച്ചു കൊടുക്കാനാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ ദമ്പതിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, യു ആർ ദ ബ്രോക്കൺ ബ്രെഡ്. പ്രിയ ദമ്പതികളെ, മാതാപിതാക്കന്മാരെ, നിങ്ങൾ മുറിക്കപ്പെട്ട അപ്പമാണ്. നമ്മുടെ ജീവിതങ്ങൾ മുറിച്ചു കൊടുക്കാനുള്ളതാണ്. നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മുറിച്ചു കൊടുത്ത് സന്തോഷവും സംതൃപ്തിയും നേടാനുള്ള ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഭവമായിട്ട് ഈ വിശുദ്ധ കുർബാന, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാറണം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് സെമിനാരിയിലും അതുപോലെ തന്നെ ഒരുപാട് ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ടെങ്കിലും കുഞ്ഞുനാളിലെ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവമാണ് എന്നെ ദിവ്യകാരുണ്യത്തിൽ ഏറെ വിശ്വാസത്തിലേക്കും ദിവ്യകാരുണ്യത്തോടുള്ള ഏറെ സ്നേഹത്തിലേക്കും എന്നെ അടുപ്പിച്ചത്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 8 മക്കളാണ്. അപ്പനമ്മ, അപ്പാപ്പനമ്മ, അങ്ങനെ ഒരു 12 പേര് അടങ്ങുന്നൊരു കുടുംബം. അപ്പച്ചനൊരു ഓടൊക്കെ ഉണ്ടാകുന്ന കമ്പനിയിലൊരു തൊഴിലാളിയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അപ്പം വരും, പ്രാർത്ഥനയും അപ്പൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ വീടിൻ്റെ പ്രധാനപ്പെട്ട മുറിയിൽ അപ്പനിരിക്കും. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് അടുക്കളയിൽ ഒരുക്കിയ ഭക്ഷണമൊക്കെ ഏറ്റവും മൂത്തത് ചേച്ചിയാണ്. ചേച്ചിയുടെ കയ്യിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കും. ആ ഭക്ഷണം ചേച്ചി അപ്പന് ആദ്യം, പിന്നെ മൂത്ത ചേട്ടൻ, രണ്ടാമത്തെ ചേട്ടൻ, അങ്ങനെ ഞങ്ങൾ 7 ആൺമക്കളാണ്. എല്ലാവരുടെയും മുമ്പിൽ ചേച്ചി ഭക്ഷണം എത്തിക്കും.
അങ്ങനെ ഭക്ഷണം എല്ലാവരുടെ മുൻപിൽ എത്തിക്കഴിയുമ്പോൾ എൻ്റെ അപ്പൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പൻ ഈ കൈ ഇങ്ങനെ അപ്പൻ്റെ ചോറ് കൊടുത്തിരിക്കുന്ന ആ ചോറും പാത്രത്തിൽ ഇങ്ങനെ കുത്തും. എന്നിട്ട് ആ കൈ കൊണ്ടൊരു കുത്ത് ചോറെടുത്ത് എൻ്റെ മൂത്ത ചേട്ടൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കും. വീണ്ടും അപ്പൻ ഇങ്ങനെ ഈ കൈ ഇവിടെ ചോറിൽ കൊണ്ടുവന്ന് ഒരു കുത്ത് ചോറെടുത്ത് ഇപ്പുറത്തിരിക്കുന്ന ചേട്ടൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുക്കും. ദാരിദ്ര്യവും അതുപോലെ തന്നെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും പാത്രത്തിൽ സമൃദ്ധമായി ചോറ് വിളമ്പാനുള്ള അല്ലെങ്കിൽ സാഹചര്യം വീട്ടിലില്ലാതിരുന്നു കൊണ്ട് അപ്പൻ രണ്ട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അല്ലെങ്കിൽ ചോറ് അതിൽ ഇല്ലാതെ കാണുമ്പോൾ അപ്പന് കൊടുത്തിരിക്കുന്ന ഈ ചോറിൽ നിന്ന് അപ്പൻ ഇങ്ങനെ രണ്ടു പേർക്കും ഇങ്ങനെ ഓരോ കുത്തുചോറ് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്പനതിൽ കാര്യമായിട്ടൊന്നും കാണാറില്ല ഞാൻ. എന്നാൽ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാനിങ്ങനെ എന്നും കാണുന്നൊരു കാര്യമാണ്, അപ്പൻ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എന്നും ചെയ്യാറുള്ളൊരു കാര്യമാണ് അപ്പന് കിട്ടിയിരിക്കുന്ന ചോറിൽ നിന്ന് ഭക്ഷണത്തിൽ നിന്ന് ഓരോ ഭാഗം മക്കൾക്ക് കൊടുത്ത് അവർക്ക് തൃപ്തി വരുത്തി അല്ലെങ്കിൽ അവരുടെ വിശപ്പടക്കാനായിട്ട് തൻ്റെ ഭക്ഷണത്തിൽ നിന്ന് പങ്കുവെച്ചുകൊണ്ട് അത്താഴം കഴിക്കുന്ന അപ്പനെ ഞാൻ കുഞ്ഞുനാൾ മുതൽ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവ്യകാരുണ്യ അനുഭവം എന്ന് പറയുന്നത് ഇതാ. ഈശോ കാൽവരിയിലെ കുരിശിൽ തൻ്റെ അവസാനത്തിൽ രക്തം വരെ ചിന്തി തനിക്കുള്ളതെല്ലാം സമ്പൂർണമായി നമുക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് എല്ലാം പങ്കുവെച്ച് കൊടുത്തതിൽ സന്തോഷവും സംതൃപ്തിയും കണ്ടുകൊണ്ട് പൂർത്തിയാക്കിയ ബലിയിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുത്ത് കടന്നു പോകുമ്പോൾ ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തെ പോലെ നമുക്കും പറയാൻ കഴിയണം, സ്നേഹത്തിന് പകരം സ്നേഹം, ബലിക്ക് പകരം ബലി. ഈ ഒരു സ്നേഹം അത് നമ്മുടെ ജീവിത വഴികളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ ആ സ്നേഹം ആഴപ്പെടുമ്പോൾ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ സ്നേഹം നമ്മൾ പങ്കുവെക്കുമ്പോൾ, നമ്മുടെ സഭാ സമൂഹങ്ങളിൽ ഈ സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ കൂട്ടായ്മയിൽ പങ്കുവെപ്പ് നടക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നമ്മളും നമ്മുടെ കുടുംബവും സമൂഹവും ദൈവത്തിൻ്റെ ആലയങ്ങളും വിശുദ്ധ മന്ദിരങ്ങളുമായിട്ട് മാറുന്ന അനുഭവങ്ങളിലൂടെ നമുക്ക് നടന്നു പോകാനായിട്ട് കഴിയും. ലേവ്യരുടെ പുസ്തകം 6-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ തിരുവചന ഭാഗത്ത് 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നൊരു തിരുവചനമുണ്ട്. ബലിപീഠത്തിൽ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ബലിപീഠത്തിൽ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. പ്രിയപ്പെട്ട മക്കളെ, തമ്പുരാൻ്റെ തിരുസന്നിധി വന്ന് അൾത്താരോട് ചേർന്ന് നിന്ന് അൾത്താരിൽ അർപ്പിക്കുന്ന ആ ബലിയിൽ നിന്ന് കിട്ടുന്ന ആ സ്നേഹത്തിൻ്റെ അഗ്നി അത് നമ്മുടെ ഉള്ളിൽ നിറച്ച് ആ അഗ്നി കെടാതെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും എല്ലാ കാലങ്ങളിലും എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ആ ബലിപീഠത്തിൽ അഗ്നി നമ്മിൽ കത്തുവാനും അത് നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹത്തിൻ്റെ അഗ്നി പകർന്നു കൊടുക്കുവാനും പടരുവാനുമായി നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിത വഴികളിൽ നമുക്ക് ഈ ബലിയുടെ അനുഭവവും ബലിയുടെ ജീവിതത്തിൻ്റെ ഒരുപാട് ഓർമ്മകളും നമ്മുടെ ജീവിതത്തെ നയിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരങ്ങളായി നമ്മുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരങ്ങളായി എന്നും പണിയുവാൻ, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകളായിട്ട് വിശുദ്ധ മന്ദിരങ്ങളെ രൂപപ്പെടുത്തുന്ന വിശുദ്ധ മന്ദിരത്തിൻ്റെ അടിസ്ഥാനങ്ങളായിട്ടുള്ള ഈ ദൈവവചനത്തെ, ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ഈ വിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കി കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുവാനായിട്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരുവാനായിട്ട്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നാം ഓരോരുത്തരും ആഴപ്പെടുവാനായിട്ട്, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവകൃപയുടെ വഴികളായിട്ട് മാറുമെന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതാനുഭവമല്ലേ? കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ കുറേ കൂടി നമുക്ക് ശക്തിപ്പെടുത്താനായിട്ട്, ബലപ്പെടുത്തുവാനായിട്ട്, അതെന്നും വിശുദ്ധ മന്ദിരങ്ങളായിട്ട് തന്നെ നമുക്ക് പണിതുയർത്തുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ തമ്പുരാൻ്റെ വചനത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് ഒരു തീരുമാനമുണ്ടാകട്ടെ മക്കളെ. ദൈവവചനം അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്നും കയ്യിലെടുക്കുവാനായിട്ട് പരിശുദ്ധ പിതാവ് പറയുന്ന പോലെ വേദപുസ്തകത്തോട്
നിരന്തര സമ്പർക്കം പുലർത്തി ജീവിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും നമ്മുടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കപ്പെടുവാനും കഴിയുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് ഈ കാലഘട്ടത്തിൽ പ്രസക്തിയും, അതുപോലെ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മുടെ ജീവിതങ്ങൾക്ക് ശക്തിയും ജീവനും ബലവും പകരുന്ന അനുഭവങ്ങൾ തരും. അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ബലിയും അവിടുത്തെ അൾത്താരയും അവിടുത്തെ ബലിയർപ്പണവും. അൾത്താരയോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ അധ്വാനിക്കുന്നവരും ഭാരമെടുത്തും തളർന്നവരും എൻ്റെ അടുക്കൽ വരുവിനെന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ അൾത്താരയോട് ചേർന്ന് നിന്നുകൊണ്ട്, എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാൾ ഞാൻ തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ബലിയിൽ, ആ ബലിയിൽ പങ്കെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കാൻ, അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ചു തരുന്ന നമ്മുടെ ജീവിതങ്ങളെ കുടുംബത്തിനും ജീവിത പങ്കാളികൾക്കും മക്കൾക്കും സമൂഹത്തിനൊക്കെ മുറിച്ചു കൊടുത്ത് പങ്കുവെച്ചു കൊടുത്ത് വലിയ സംതൃപ്തിയും സന്തോഷമുള്ളവരായി തീരുവാനായിട്ട് നല്ല ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് ഈ വിശുദ്ധ കുർബാനയുടെ, ഈ വിശുദ്ധ വചനം വായിക്കുന്ന നിമിഷങ്ങൾ. ആ വലിയ കൃപയും അനുഗ്രഹവും നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും വിശ്വാസ സമൂഹത്തിലേക്കും കടന്നു വരുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ദൈവത്തിരുസന്നിധിയിലായിരിക്കാം. നല്ല ദൈവമേ, വിശുദ്ധ മന്ദിരങ്ങളായ ഞങ്ങളുടെ ജീവിതങ്ങൾ, കുടുംബങ്ങൾ, സഭാ സമൂഹങ്ങൾ വചനം വായിച്ചും വചനത്തിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞും വചനങ്ങൾ പാദങ്ങൾക്ക് വിളക്കായി പാദപ്രകാശമായി തീർന്ന് ജീവിത വഴികളിൽ എന്നും അങ്ങേ അനുഗമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അൾത്താരിൽ മുറിക്കപ്പെടുന്ന അപ്പം അത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി സ്വീകരിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ മുറിക്കപ്പെടാനും പങ്കുവയ്ക്കപ്പെടുവാനും ഞങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും സഭാ സമൂഹത്തിന് വേണ്ടിയും അമ്മ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. ആമേൻ.